ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ എന്താണ് ആവശ്യം? സ്നാനം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ സ്നാനപ്പെട്ടവർക്ക് ഇതുവരെയായിട്ടും ആ സ്നാനത്തിന്റെ ആ ഒരു ഒരു വില മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ദൈവസന്നിധിയിൽ വിലയുള്ളവരാണ്. യേശുവിന്റെ മുമ്പിൽ നിങ്ങൾ വിലയുള്ളവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് കൊലോസ്യർ 2:11 പറയുന്നു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന ലഭിച്ചു. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്താണെന്നുള്ളത്. അപ്പോൾ ക്രിസ്തുവിനോടുകൂടി ചേരുവാൻ സ്നാനം ആവശ്യമാണ്. ക്രിസ്തുവിനോടുകൂടി ചേരാത്തവർ, സ്നാനപ്പെടാത്തവർക്ക് ഒരിക്കലും യേശുവിനോട് ചേരാൻ പറ്റത്തില്ല. ഇവിടെ സ്നാനപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കെറിവ് തോന്നണ്ട. നിങ്ങൾ എന്നോടല്ല കറിയിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തിനോടാണ് കറിയിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുക. പെന്തക്കോസുകാരനോട് ചേരാനല്ല വചനം പറയുന്നത്, ക്രിസ്തുവിനോടുകൂടി നിങ്ങൾ ചേരണം. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ സ്നാനപ്പെടുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരിക. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്നാനപ്പെട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്, നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നവരാണ്. ഇനി ഞാൻ ബാക്കിയുള്ളത് പ്രസംഗിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എവിടെയാണെന്നൊരു ബോധ്യത വരികയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിലവാരങ്ങൾ മാറാൻ തുടങ്ങും. നിന്റെ ആരാധനയുടെ നിലവാരം മാറാൻ തുടങ്ങും. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന നിന്റെ ബാങ്കിൻ്റെ അകത്ത് നിങ്ങളുടെ വല്യപ്പനോ വല്യമ്മയോ 10 കോടി രൂപ ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഇപ്പോഴാണ് അറിയുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടാവും. അങ്ങനെയെങ്കിൽ സ്നാനപ്പെട്ടപ്പോൾ തന്നെ നീ കോടീശ്വരനായിട്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്നെ വെച്ചിരിക്കുന്നത്. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? എന്നിട്ടും ഇന്നും നീ ദാരിദ്ര്യം അനുഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നീ സ്നാനപ്പെട്ടവളാണ്, സ്നാനപ്പെട്ടവനാണെന്നുള്ളൊരു ബോധ്യത അല്ലെങ്കിൽ ഒരു ജീവിത നിലവാരം നിന്റെ അകത്ത് രൂപാന്തരപ്പെട്ടു വരാത്തത് കൊണ്ടാണ്. യേശു എൻ്റെ അടുത്ത് വിളിച്ചു പറയുന്നു, ഇന്ന് ചോട ഹൃദയത്തിൻ്റെ അകത്ത് അങ്ങനെ ഒരു രൂപാന്തരപ്പെട്ടാട്ടെ. സ്തോത്രം. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദന ലഭിച്ചിരിക്കുന്നു. കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന എന്ന് പറഞ്ഞാൽ, ഒരാളെ പരിച്ഛേദന കഴിക്കണമെങ്കിൽ മൂർച്ചയുള്ള കത്തിയോ കത്രിയോ ഒക്കെ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്യണം. അതാണ് പരിച്ഛേദന. അപ്പോൾ അവിടെ പഴയ നിയമം അനുസരിച്ച്, ന്യായപ്രമാണം അനുസരിച്ച് ഒരുത്തൻ പരിച്ഛേദന കഴിക്കണമെങ്കിൽ അവന്റെ ശരീരം മുറിക്കണം. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ഒരു ആയുധവും ഉപയോഗിക്കാതെ ക്രിസ്തു മുഖാന്തരം നിനക്കൊരു പരിച്ഛേദന ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പരിച്ഛേദന കിട്ടിയിട്ടുള്ളവർ സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി എൻ്റെ ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. എനിക്ക് കട്ടണേ ക്രിസ്തുവിനോട് ചേരുവാൻ. ഇച്ചിരി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഈ മരങ്ങളൊക്കെ ബഡ് ചെയ്യുന്നവർ എത്ര പേര് കണ്ടിട്ടുണ്ട്? പ്രത്യേകിച്ച് റബ്ബർ മരമൊക്കെ ബഡ് ചെയ്യുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാവരും കണ്ടിരിക്കും. ഒരു വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പിൽ നിന്ന് ഒരു ഭാഗം ചെത്തിയെടുത്ത് മറ്റൊരു വൃക്ഷത്തിൻ്റെ തൊലിഭാഗം കട്ട് ചെയ്ത് മാറ്റി ഇതിനെ അങ്ങോട്ട് ഒട്ടിച്ചു വെച്ച് വെള്ളം കയറാതിരിക്കുവാൻ പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് ചുറ്റി ബലപ്പെടുത്തി കുറേ മാസങ്ങൾ കഴിയുമ്പോൾ അത് അഴിച്ചു വിടുമ്പോൾ ആ സാധനം ആ മരത്തിനോട് ചേർന്നിരിക്കും. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ചില മാസങ്ങൾ കഴിയുമ്പോൾ ആ മുറിപ്പാടൊക്കെ അങ്ങ് മാറി വെച്ചതേതാ നിന്നതേതാന്ന് മനസ്സിലാകാത്ത തരത്തിൽ ഒട്ടിച്ചു വെച്ചത് ആ മരമാട്ടങ്ങ് മാറിയ. ഓ കണ്ടോ, ചേരല് മനസ്സിലായോ? എടാ, എങ്ങാണ്ട് കിടന്ന പാപ കുഴിയിൽ കിടന്ന നിന്നെ കർത്താവ് തന്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് ഭക്തി ചെയ്ത് നിർത്തിയിരിക്കുക. ഇനിയും അവനെ പിരിഞ്ഞ് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നോട് അത്ഭുതപ്പെടുത്തിയ കാര്യം, ബഡ് ചെയ്യുന്ന മരവും ബഡ് ചെയ്യാൻ പോകുന്ന മരവും രണ്ടും മുറിക്കപ്പെടണം. വേണ്ടേ? ഇതിന്റെ തൊലി കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ മരത്തിന് വേദനിക്കും. ഈ മരത്തിൽ ഒട്ടിക്കണമെങ്കിൽ ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ മരത്തിന് വേദനിക്കും. രണ്ട് മരത്തിനും വേദനിക്കും. എന്നാലേ ഒരു ചേരൽ നടക്കത്തുള്ളൂ. സ്തോത്രം. രണ്ട് പേരും നൊന്താലേ ഒരു ചേരല് നടക്കത്തുള്ളൂ. രണ്ട് ശരീരം മുറിക്കപ്പെട്ടാലേ ഒരു ചേരുവല് നടക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്ന ബോധ്യത എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്?
അവരെ കാര്യങ്ങൾ തട്ടി എന്റെ ദൈവത്തിന് മാറ്റം കൊടുക്കുക. സ്തോത്രം. ഇനി കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന, ഞാൻ പരിച്ഛേദന ഏറ്റത് ഞാൻ പറയാം. നിങ്ങൾ വിചാരിക്കും കത്തി കൊണ്ട് മുറിക്കുമ്പോഴാ വേദനയെന്ന്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, കത്തി ഉപയോഗിക്കാതെ മുറിക്കുന്ന മുറിവിന് വേദന കൂടുതലാ. സ്തോത്രം, സ്തോത്രം. ഇത് അനുഭവിച്ചവനായതുകൊണ്ടാണ് പറയുന്നത്. സ്തോത്രം. ഉദാഹരണം, ഒരു സമയം വരെ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ചില സ്വഭാവങ്ങൾ എനിക്കുണ്ടായിരുന്നു. നല്ലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം 40 സിഗരറ്റിൽ കൂടുതൽ വലിക്കുന്ന എനിക്ക് ഒരു സെക്കൻഡ് സിഗരറ്റ് വലിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു സെക്കൻഡ് എനിക്ക് സിഗരറ്റ് വലിക്കാതിരുന്ന എൻ്റെ കയ്യും കാലും വിറയ്ക്കും. എനിക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കിടക്കേന്ന് എഴുന്നേറ്റ് വരുന്നത് സിഗരറ്റ് കത്തിച്ചുകൊണ്ടാണ്. ഈ പരിച്ഛേദന എങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയുക. ഒരിക്കൽ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ, എനിക്ക് ക്രിസ്തുവിനോട് ചേരണമെന്നൊരു ബോധ്യത വന്നപ്പോൾ, ഏതാണ്ട് 10-40 വർഷം കൊണ്ടു നടന്ന ആ സ്വഭാവം ഞാൻ അങ്ങ് വേണ്ടാന്ന് വെച്ചു. അതെന്റെ ശരീരത്തിൽ നിന്ന് അതിനെ അങ്ങ് ഉരിഞ്ഞു കളഞ്ഞു. അതിന്റെ പെയിൻ വലുതാണ്. ഞാൻ എൻ്റെ സിഗരറ്റ് വലി നിർത്തി. എനിക്കൊന്ന് 2-3 മാസം ഈ വിറയല ചിന്തിക്കാൻ പറ്റുന്നില്ല. കമ്പനി പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാരണം നിക്കോട്ടിൻ്റെ അടിമയായിപ്പോയി ഞാൻ. അതിൻ്റെ അകത്തുനിന്ന് എൻ്റെ ശരീരത്തിലെ ആ മോശപ്പെട്ട സ്വഭാവത്തെ ഞാൻ ഉരിഞ്ഞു കളഞ്ഞത് ക്രിസ്തുവിന് വേണ്ടിയാണ്. അവനോടുകൂടി ചേരാനാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, കൈകൊണ്ടല്ലാത്തൊരു പരിശോധന ക്രിസ്തു മുഖാന്തരം നിനക്ക് സംഭവിച്ചു. നിന്റെ ജഡശരീരത്തിന് നീ ഉരിഞ്ഞു കളഞ്ഞതാ. അതിന്റെ കാരണഭൂതൻ യേശുവാണ്. ആ യേശുവിന്റെ വചനത്തിൽ വിശ്വസിച്ചപ്പോൾ, എനിക്ക് അവന്റെ കൂടെ ഒന്ന് ചേരണമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ, എന്റെ പാപത്തിന് പരിഹാരം അത് സ്നാനം മാത്രമേ ഉള്ളുവെന്ന് യേശു പോലും പറഞ്ഞു പഠിപ്പിച്ച ആ ഒരു വചനം എന്റെ അകത്ത് കയറിയപ്പോൾ, എന്റെ പ്രശ്നം സിഗരറ്റല്ല, എന്റെ പ്രശ്നം എന്റെ നിത്യതയാണ്. യേശുവിന്റെ നാമത്തിൽ എന്റെ നിത്യത കണ്ടുകൊണ്ട് ഞാൻ എന്നെ തന്നെ പരിച്ഛേദന ചെയ്തു. ഞാൻ സിഗരറ്റിന് അടിമപ്പെട്ടു പോയെങ്കിൽ അതിനെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് എന്റെ ക്രിസ്തുവിന്റെ ശരീരവുമായി ഞാൻ ബന്ധിക്കപ്പെട്ടു. അതുകൊണ്ട് ഇനി എന്നിൽ വസിക്കുന്നത് ഞാനല്ല, എന്റെ യേശു. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിയേക്കാം. നീ മുറിക്കപ്പെട്ടെങ്കിലും മുറിക്കപ്പെട്ട നിന്നെ സ്വീകരിക്കുവാൻ 2026 വർഷങ്ങൾക്ക് മുമ്പേ ശരീരം മുറിക്കപ്പെട്ട 2026 വർഷങ്ങൾക്ക് മുമ്പ് നീ 90-ാമത്തെ വയസ്സിൽ മുറിക്കപ്പെട്ടവനായി എന്റെ അടുത്ത് വരുമ്പോൾ നടത്തിയ തമ്പുരാന് നിന്നെ ഒന്ന് ഒട്ടിച്ചു വെക്കുവാൻ, നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, മാറത്ത മുറിപ്പാടുമായി ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു നല്ല യേശു. അവൻ പണ്ട് മുറിക്കപ്പെട്ടതോ. സ്തോത്രം. നിങ്ങളുടെ ആത്മാവിലൊന്ന് കണ്ടേ. ഞാൻ മുറിക്കപ്പെട്ടത് 40-ാമത്തെ വയസ്സിലാ. പക്ഷെ ഞാൻ മുറിക്കപ്പെട്ടവനായി എൻ്റെ യേശുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ കണ്ടത് അവൻ്റെ വിലാപ്പുറത്തെ വലിയ പാടാണ്. ഞാൻ ആ പാടിൻ്റെ അകത്തോട്ട് കയറിയിരുന്നപ്പോൾ അവൻ കരം കൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചു. ഇന്ന് വർഷം 10-30 ഇനി എന്നിൽ വസിക്കുന്നത് യേശുവാ. കാരണം ആ ബഡ്ഡിങ്ങിന്റെ കാലാവധി കഴിഞ്ഞതേ. ഇപ്പോൾ ക്രിസ്തു എന്ന് പറയുന്ന മുന്തിരി വള്ളിയിലെ ഒരു കൊമ്പായി ഞാൻ രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്നെയും ക്രിസ്തുവിനെ തമ്മിൽ നോക്കിയാൽ നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്തതുപോലെ ഞാൻ ക്രിസ്തുവിനായി. നിനക്ക് വേണ്ടി മുറിക്കപ്പെട്ട ഒരു കർത്താവ്. ആ മുറിപ്പാടിൻ്റെ അകത്ത് നിന്നെ ചേർത്ത് നിർത്തുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അന്നൊന്നും സംഭവിച്ചില്ലായിരിക്കാം. പക്ഷേ മാസങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ നീ ക്രിസ്തുവിന്റെ മരവുമായി ആ മുന്തിരിവള്ളിയുമായി നീ അങ്ങ് പറ്റിച്ചെന്ന് ഒരേപോലെ കണ്ടാൽ ആർക്കും മനസ്സിലാകാത്ത തരത്തിൽ ക്രിസ്തുവേതാണ് ഒട്ടിച്ചു വെച്ചവൻ ഏതാണെന്ന് മനസ്സിലാകാത്ത തരത്തിൽ അതിന്റെ കൊമ്പുകളായി മാറ്റുന്ന ഒരു അനുഭവം ഇന്ന് പാൽക്കാലം ചലനമുകളിൽ ആ ഒരു പദ്ധതി നിറവേറാൻ പോകുക. സ്തോത്രം. എത്ര പേർക്ക് ക്രിസ്തുവിനോട് ചേരുവാൻ ആഗ്രഹമുണ്ട്? ചേർന്ന എത്ര പേർക്ക് ഇന്നൊരു തീരുമാനമെടുക്കാൻ പറ്റും? കർത്താവേ, ഞാൻ സ്നാനപ്പെട്ട് നിന്റെ ആ മുറിവിന്റെ അകത്തോട്ടൊന്നും കയറിയില്ല. ഞാനിപ്പോഴും പുറത്തു നിന്ന് കളിക്കുകയാണ്. സ്തോത്രം. എന്താ കാരണം?
എനിക്ക് പലതും വിട്ടുകളയാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതത്തിലെ പലതും എനിക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല കർത്താവേ. എനിക്കതുകൊണ്ട് നിന്റെ മുറിപ്പാട് കാണാനേ പറ്റത്തുള്ളൂ. നിന്റെ മുറിപ്പാടിൻ്റെ ചൂടനുഭവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, നീ ഒരു യഥാർത്ഥ ക്രിസ്തു പൈതലാകണമോ, യഥാർത്ഥമായി നിനക്ക് ക്രിസ്തുവിനോട് ചേരണമോ, അവൻ്റെ മുറിപ്പാടിൻ്റെ അകത്തെ ചൂടും ഊരും നീ അറിയണം. യേശുവിൻ്റെ നാമത്തിൽ പുറത്ത് നിന്ന് വിടവ് കണ്ടാൽ പറ്റത്തില്ല. അവൻ്റെ മാറിടത്തിലോട്ട് കയറി നിന്നുകൊണ്ട് അതിൻ്റെ ചൂടനുഭവിച്ച് അവൻ്റെ ഹൃദയ താളമായി മാറുവാൻ നിനക്കിന്നൊരു തീരുമാനമെടുത്താൽ സ്വർഗത്തിൽ നിനക്ക് ഒരു വലിയ അധികാരം തന്ന്, ഭൂമിയിൽ ഒരു അഭിഷേകം തന്ന് ദൈവം നിന്നെ ഉയർത്താൻ പോകുക. അത് വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ.